ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ആളൊരു ഏടാകൂടത്തിൽ പെട്ടെന്ന് അറിഞ്ഞിട്ടാണ് ഇവിടെ എത്തിയത്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി. കാരണം ഒരു ഏടാകൂടത്തിലല്ല, 100 കണക്കിന് ഏടാകൂടത്തിലാണ് ആൾ ഏർപ്പെട്ടിരിക്കുന്നത്. അതെന്താണെന്ന് കണ്ടറിയണ്ടേ? ഈ ഏടാകൂടം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആശയത്തിലേക്ക് ഇപ്പോൾ എത്ര വർഷമായി എത്തിയിട്ട്? 6-7 വർഷം. ഈ 10 വർഷത്തിന് മുന്നേ ചെയ്തതാണ്. അതെ. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എത്ര ഏടാകൂടം ഇപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടാവും? ഇതിപ്പോ ഇത്ര കാണുന്നുണ്ടല്ലോ, കുറച്ച് പറയുന്നുണ്ട്. അങ്ങനൊക്കെ ശരിക്കും കണക്ക് പറയാൻ പറ്റില്ല. അതെ, കുറച്ചെല്ലാം കൊടുത്തു കഴിഞ്ഞു. എങ്ങനെ വിൽപ്പന ഉണ്ടോ? എങ്ങനെയാണ് ഒരു വിൽപ്പന? അതായത് ദൂരെ നിന്നൊക്കെ ആളുകൾ വാങ്ങാനായിട്ട് വരുന്നുണ്ടോ? ഇത് ബോള് സൗദിയൊക്കെ കൊണ്ടുപോയി, പിന്നെ ഒന്ന് ആന്ധ്ര കൊണ്ടുപോയി. അതെ, അവരൊക്കെ എങ്ങനെയാണ് അറിഞ്ഞു വരുന്നത് എന്നറിയോ? ഇങ്ങനെ വന്നിട്ട് ഉണ്ടാവുന്നു. മറ്റേത് എറണാകുളത്തൊരു പ്രദർശനം ഉണ്ടായിരുന്നു, അപ്പൊ അവിടുന്ന് കണ്ടിട്ട് അവിടുന്ന് സൗദി എക്സിബിഷന് കൊണ്ടുപോകാറുണ്ട് അല്ലേ? ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ഏടാകൂടം ഇപ്പം നമ്മൾ അകത്ത് കണ്ടിട്ടുണ്ട്. അത് എത്ര പീസ് വെച്ചിട്ടാണ് ചെയ്തത് എന്നൊന്ന് പറയാം? 1403 പീസ് വെച്ചിട്ട് അത്രയും സമയം, ഒരുപാട് സമയം എടുത്തിട്ടില്ലേ? ഒരുപാട് സമയം എടുത്ത് കഷ്ടപ്പെട്ടിട്ടാണ് 1403 പീസുള്ള ഒരു വലിയ ഏടാകൂടം ആള് ചെയ്തിട്ടുള്ളത്. അത് കണ്ടവർക്കറിയാം. പിന്നെ അംഗീകാരങ്ങൾ എന്തെങ്കിലും ചേട്ടനെ തേടി വന്നിട്ടുണ്ടോ? ഈ ഒരു അല്ലാതെ പുറത്തുനിന്നുള്ള രീതിയിലുള്ള ഒന്നും വന്നിട്ടില്ല അല്ലെ? എക്സിബിഷൻ എങ്ങനെയാ? നമ്മുടെ ഈ ഏരിയയിലാണോ അല്ലെങ്കിൽ കുറച്ചുകൂടെ പുറത്തൊക്കെ പോയിട്ട് എക്സിബിഷൻ ചെയ്യാറുണ്ടോ? ഫ്ലവേഴ്സ് ചാനലിൽ പോയി. എങ്ങനെയാണ് ഈ എക്സിബിഷനൊക്കെ ആളുകൾ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യുന്നതാണോ? അതെ. അപ്പൊ എക്സിബിഷന്റെ കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് ഇങ്ങനത്തെ 6 പീസുകൾ വെച്ചിട്ടുള്ള അതുപോലെ ഇത് 24 പീസ്. ഓരോന്നിനും ഓരോരോ നിർമ്മാണ രീതിയാണ്. കുറെയെല്ലാം ഈ സ്റ്റാറിന്റെ മോഡൽ തന്നെ ഉണ്ട്. എല്ലാം ഏകദേശം ഓരോന്നിനും ഓരോരോ നിർമ്മാണ രീതിയാണ്. ഇതാണ് ഉണ്ടാക്കിയതിൽ വെച്ച് ഏറ്റവും ചെറുത്. ഇത് എത്ര പീസാണ്? അത് 6 പീസാണ്. 6 പീസ് വെച്ചിട്ടാണ് ഈ ചെറുത് ഉണ്ടാക്കിയത് അല്ലേ? ഓക്കെ. ഇത് 24 പീസിന്റെ ഇതിന്റെ മോഡലാണ്, ഇതിന്റെ ചെറുത്. ഓക്കെ. ഇത് എത്ര ദിവസം എടുത്തിട്ടുണ്ട് ചെയ്യാൻ? ദിവസം ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ആക്കിയാണ്. അതും വലുതുണ്ടാക്കുന്നതിനേക്കാളും പണി അതിനുണ്ട്. ചെറുതുണ്ടാക്കാനാണ് ഏറ്റവും പണി അല്ലേ? ഒന്നാമത് എനിക്ക് സെറ്റാക്കാനൊന്നും പറ്റാത്തോണ്ട് മോൻ സെറ്റാക്കിയതാണ്. എന്താ സെറ്റാക്കാൻ? അതെ, അത് പിടിക്കാനും കിട്ടണ്ടേ? ഇപ്പൊ ചെറുത് കൈവി. ഈ ഒരു ആശയത്തിലേക്ക് എങ്ങനെയാണ് കടന്നു വന്നത്? ഇതിനു മുമ്പേ പഠിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ആ ഒരു കടന്നു വരവ്? പഠിച്ചിട്ടൊന്നുമില്ല. ഇത് മേലെ നിന്നെല്ലാം വീണ് ആക്സിഡന്റിനും പറ്റി സുഖമില്ലാതെ കുറച്ച് കാലം കിടപ്പതിലായിരുന്നു. അപ്പോൾ കിടപ്പിലായ എടുത്ത് എഴുന്നേറ്റിട്ട് നമ്മൾ ഒന്നെങ്കിലും ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചെറുമാതിരി ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ ആയതാണ്. മുന്നേ വേറെ എന്തെങ്കിലും പണി ചെയ്തിട്ടുണ്ടായിരുന്നു? ചെയ്തുകൊണ്ടിരുന്നു. മരപ്പണിയായിരുന്നു അല്ലേ? സീലിംഗ് അതെല്ലാം. അപ്പോൾ സീലിങ്ങിന് പോയിട്ടാകുമ്പോൾ താഴെ വീണു അതിൻ്റെ. അപ്പോൾ നട്ടെല്ലാം ഡിസ്കെല്ലാം തന്നിട്ട് പ്രശ്നമായിട്ട് എഴുന്നേക്കാൻ പറ്റാതെ ഉണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ചെയ്യണ്ടേന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ ആയതാണ്. ഇപ്പോൾ ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട് 7 വർഷമായി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് ഉള്ള വരുമാനം എങ്ങനെയാണ്? വലിയ വരുമാനമൊന്നും ഇല്ല. പിന്നെ കൊറോണക്കെല്ലാം മുമ്പേ എക്സിബിഷനെല്ലാം സ്കൂളിലെല്ലാം പോയിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടും. അപ്പോൾ ഈ കോവിഡ് സമയത്ത് അത് കഴിഞ്ഞിട്ടൊന്നുമില്ല. അതെ അല്ലേ? കോവിഡിന്റെ സമയത്തൊക്കെ വളരെ മോശമായിരുന്നു. തന്നെ 2-3-4 സ്കൂളിൽ വിളിച്ചിരുന്നു. അപ്പോൾ പിന്നെ അതിൽ പോകാൻ പറ്റിയില്ല. ഇപ്പോൾ പടന്നക്കാട് ഒരു കോളേജിൽ വിളിച്ചിട്ടുണ്ട്.
ഇപ്പോൾ ഇത്രയും വർഷമായിട്ടും അംഗീകാരങ്ങളൊന്നും വേണ്ടത്ര അംഗീകാരം ലഭിച്ചിട്ടില്ല എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും അവാർഡുകൾക്ക് അല്ലെങ്കിൽ സർക്കാരിൻ്റെ അങ്ങനെ എന്തെങ്കിലും അവാർഡുകൾക്ക് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അപേക്ഷ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? അപേക്ഷയൊന്നും കൊടുത്തിട്ടില്ല. അത് ഇന്നസിൻ്റെ ഒരാൾ കോട്ടയത്തൊരു ആൾ നമ്പർ വന്നിട്ട് വിളിച്ചിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞു ഇത് ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത് അറിയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് ഒഴിവാക്കി. അതെയല്ലേ, പിന്നെ നോക്കിയിട്ടില്ല. നമ്മുടെ കേരള ടൂറിസം ഒക്കെ ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ടൂറിസത്തിൽ ഇത്തരം മേഖലകൾക്കൊക്കെ നല്ല സാധ്യതകളുണ്ട്. അപ്പോൾ ആ രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇനി ഭാവിയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അത് കേരള ടൂറിസം വികസനത്തിൻ്റെ മെമ്പറാക്കാൻ വേണ്ടിയിട്ട് എന്നോട് ആധാർ ഇതെല്ലാം വാങ്ങിച്ചു പോയതാണ്. അപ്പോൾ അത് മെമ്പർ ആയനോ ആയിട്ടില്ലെന്ന് തന്നെ അറിയില്ല. അവരോട് വിളിക്കുമ്പോൾ പറഞ്ഞ് മെമ്പർ ആയിട്ടുണ്ടെന്ന്. അപ്പോൾ ഇവിടെ ഉള്ള ഒരാളെ വിളിക്കുമ്പോൾ പറഞ്ഞ് മെമ്പർ ആയിട്ടില്ല എന്ന്. പിന്നെ നമ്മൾ അതിൻ്റെ പുറകെ പോയിട്ടില്ല. ഇത്തരത്തിലൊരു ഏടാകൂടം ഉണ്ടാക്കണമെങ്കിൽ അത്രയും കറക്റ്റായിട്ട്, അല്ലെങ്കിൽ അളവുകൾ കാര്യങ്ങളെല്ലാം അത്രയും കൃത്യമായിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ അത്തരമൊരു കഴിവാണോ, അല്ലെങ്കിൽ അത് എവിടെന്നെങ്കിലും പഠിച്ചെടുത്തതാണോ? കഴിവെന്ന് പറയാൻ അങ്ങനെയൊന്നുമില്ല. അത് ഒരെണ്ണം പെട്ടെന്ന് ഉണ്ടാക്കുന്നതല്ല. അത് സെറ്റ് ചെയ്ത് നോക്കി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ വേറെ പണിയൊന്നും എടുക്കാൻ പറ്റാത്തത് കൊണ്ട് അതിന് മെനക്കെട്ട് നിന്നിട്ട് ഉണ്ടാക്കിയതാണ്. അല്ലാതെ ഇത് പെട്ടെന്ന് ഇപ്പോൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ കഴിയില്ല. അപ്പോൾ ഇതിൻ്റെ അളവുകളെ ആദ്യം ഒരെണ്ണം ഉണ്ടാക്കാനെല്ലാം കുറേ പണി പിടിച്ചിട്ടുണ്ടാവും, കുറേ ദിവസത്തെ പണി പിടിച്ചിട്ടുണ്ടാവും. പെട്ടെന്ന് ആവില്ല. ഒരു പ്രാവശ്യം എല്ലാം ഉണ്ടാക്കി സെറ്റാക്കുമ്പോൾ സെറ്റാവില്ല. പിന്നെ അതിനെ എവിടെയെങ്കിലും തട്ടുന്നു മുട്ടുന്നു എന്നെല്ലാം നോക്കി അത് സെറ്റാക്കിയിട്ട് വേണം സെറ്റാക്കണമെങ്കിൽ. ഇപ്പോൾ എക്സിബിഷന് കൊച്ചിയിൽ അല്ലെങ്കിൽ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ എക്സിബിഷന് പോയി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതേപോലെ ഈ ഏടാകൂടം എന്ന് പറഞ്ഞ ഒരു സംഭവം വേറെ ആരെങ്കിലും എക്സിബിഷൻ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ? നമ്മളോട് മത്സരിക്കുന്ന രീതി എന്നുള്ള പോലെ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? അതെ, ഇപ്പോൾ എല്ലായിടത്തും ഏകദേശം എല്ലാം കാണുന്നുണ്ട്. ഇപ്പോൾ ഈ ബോർഡ് ഇത് മാത്രം ഞാൻ എല്ലായിടത്തും കണ്ടിട്ടില്ല എന്നില്ല. പിന്നെ ഒറ്റ കടഞ്ഞെടുത്തതെല്ലാം കണ്ടിട്ടുണ്ട്. ഇതുപോലെ പീസായിട്ടുള്ളത് ഞാൻ കണ്ടിട്ടില്ല. ഇല്ല. പിന്നെ അത്ര വലിപ്പമുള്ളതും കണ്ടിട്ടില്ല. ബാക്കി എല്ലാം ഏകദേശം ഉണ്ട്. ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നുണ്ട്. എക്സിബിഷന് വരാറുണ്ട്. എക്സിബിഷൻ കണ്ടിട്ടില്ല. എക്സിബിഷനല്ല, വീട്ടിൽ പോയിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് എല്ലാം ഇത് കണ്ടിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് പുറം ലോകവുമായി എന്തെങ്കിലും പറയാനുണ്ടോ? അതായത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ അത്തരം എന്തെങ്കിലും കാര്യം പറയാനുണ്ടോ? അതൊന്നും പറയാനൊന്നുമില്ല. പറഞ്ഞിട്ടത് കാര്യമൊന്നുമില്ല. ഒന്നാമതിപ്പോൾ പണിയെടുക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ അതിൻ്റെ മേലെ വേറെ അസുഖം പിടിപെട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ 26 പോയിട്ട് അഡ്മിറ്റായി 10 ദിവസം അഡ്മിറ്റായിട്ട് ഷുഗർ കുറയാത്തത് കൊണ്ട് തിരിച്ചു വന്നതാണ്. ഇനിയിപ്പോൾ 28 വീണ്ടും പോയിട്ട് സർജറിക്ക് വേണ്ടിയിട്ട് അഡ്മിറ്റാണ്. എന്താണ് അതായിട്ടുള്ള അതിപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കുന്ന സമയത്ത് ഭക്ഷണമൊന്നും തിരിച്ച് കഴിക്കാതെ എല്ലാം ആയിട്ട് അൾസർ പിടിച്ചു. ഈ ഓരോ ഏടാകൂടത്തിനും പല നിർമ്മാണ രീതികളല്ലേ? അപ്പോൾ ഏതെങ്കിലും ഒന്നിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയാമോ? ഇപ്പൊ കയ്യിലുള്ള 6 പീസിൻ്റെ ആണ്. 6 പീസ് ഇങ്ങനെ വെച്ചെടുക്കാൻ പറ്റും. കഴിച്ചെടുത്തിട്ട് അതേപോലെ സെറ്റ് ചെയ്യണം. ഇത്രയും ഏടാകൂടങ്ങൾ ഉണ്ടാക്കിയ വലിയ ഒരു കലാകാരൻ തന്നെയാണ് പത്മനാഭൻ ചേട്ടൻ. ചേട്ടൻ ഇപ്പോൾ ചെറിയൊരു അസുഖമൊക്കെ ഉണ്ടെങ്കിലും അത്രയും വിലപ്പെട്ട സമയം കാരവൽ മീഡിയയ്ക്ക് തന്നതിന് പത്മനാഭൻ ചേട്ടന് നന്ദി. ഇപ്പോൾ ശരിക്കും ഏടാകൂടത്തിൽപ്പെട്ടത് ഞാനാണ്. ഇത് എങ്ങനെ ശരിയാക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. പത്മനാഭൻ ചേട്ടനാണെങ്കിൽ എൻ്റെ കയ്യിൽ ഇത് തന്നിട്ട് പോവുകയും ചെയ്തു. രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.